ഇൻട്രൊഡക്ഷൻ ടു ലിറ്ററേച്ചർ എന്ന് പറഞ്ഞ ഫസ്റ്റ് സെമിസ്റ്ററിലെ ഒരു പേപ്പറാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ പേപ്പറിലെ ഒന്നാമത്തെ യൂണിറ്റ് ആയ വാട്ട് ഈസ് ലിറ്ററേച്ചർ അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പാഠം. ഓക്കെ, ആക്ച്വലി ഇത് ഇൻട്രൊഡക്ഷൻ ടു ലിറ്ററേച്ചർ തന്നെയാണ്. നമ്മൾ ലിറ്ററേച്ചർ എന്ന് പറഞ്ഞ മറ്റൊരു ലോകത്തിലേക്ക് നമ്മൾ പരിചയപ്പെടാൻ പോവുകയാണ് ഈ ഫസ്റ്റ് യൂണിറ്റിൽ ചെയ്യുന്നത്. സോ ശ്രദ്ധിച്ച് കേൾക്കുക. ഓക്കെ, സോ നമുക്ക് നോക്കാം. ആദ്യം തന്നെ ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ ഈ വാക്ക് എവിടെ നിന്ന് വന്നു എന്ന് നമുക്ക് ആദ്യം തന്നെ നോക്കാം. ലിറ്ററേച്ചറ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലാറ്റിൻ വേർഡിൽ നിന്നുമാണ് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞ വാക്ക് ഉണ്ടായി തീർന്നിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ബ്രിട്ടീഷ് ഹിസ്റ്ററിന്റെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു ഒരുപാട് വാക്കുകൾ ഇംഗ്ലീഷിൽ ലാറ്റിനിൽ നിന്നുമാണ് എടുത്തത്. അത്തരത്തിലുള്ള ഒരു വാക്കാണ് നമ്മുടെ ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, സോ അത് നമുക്കിതെല്ലാം നമ്മൾ കണക്ട് ചെയ്തിട്ട് വേണം പഠിക്കാൻ, എന്നാലേ നമുക്കത് കറക്റ്റ് ആയിട്ട് മനസ്സിൽ നിൽക്കത്തുള്ളൂ. ഓക്കെ, സോ ഈ ലിറ്ററേച്ചർ എന്ന് പറഞ്ഞ വാക്കിന് അർത്ഥം എന്താണ്? അതായത് റൈറ്റിംഗ്സ്, ആക്ച്വലി റൈറ്റിംഗ് ഫോംഡ് വിത്ത് ലെറ്റേഴ്സ്. ഓക്കെ, അക്ഷരങ്ങൾ കൊണ്ട് രൂപപ്പെട്ട എഴുത്തിനെയാണ് നമ്മൾ ആക്ച്വലി ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. ലിറ്ററേച്ചറിന്റെ ഡെഫിനിഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് ടാസ്ക് ആണ്. കാരണം ദിനം പ്രതി ലിറ്ററേച്ചറിന്റെ ഡെഫിനിഷൻ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. അതായത് ഈ ഡെഫിനിഷനിൽ എവല്യൂഷൻ സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കറക്റ്റായിട്ട് ഇതാണ് ലിറ്ററേച്ചറിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, സോ നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഈ ലിറ്ററേച്ചറിനെ 3 തരമായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഒന്ന് ഓറൽ ലിറ്ററേച്ചർ, മറ്റൊന്ന് റിട്ടൺ ലിറ്ററേച്ചർ, മറ്റൊന്നാണ് വിഷ്വൽ ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് ഇതിന്റെയൊക്കെ ഡെഫിനിഷൻ ഇത് എന്താണെന്ന് നമുക്ക് പഠിക്കാം. ഓക്കെ, സോ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ആദ്യം തന്നെ ഓറൽ ലിറ്ററേച്ചർ എന്താണെന്ന് നോക്കാം. ഓറൽ ലിറ്ററേച്ചർ എന്ന് പറയുന്നത് ജനറേഷൻ ടു ജനറേഷൻ, അതായത് ഓരോ കാലഘട്ടം അല്ലെങ്കിൽ ഓരോ തലമുറയായിട്ട് കൈമാറിക്കൊണ്ടുവരുന്ന ഒരു ടൈപ്പ് ഓഫ് ലിറ്ററേച്ചർ ആണ് നമ്മൾ ഓറൽ ലിറ്ററേച്ചറുടെ കാറ്റഗറിയിൽ പെടുത്തിയിരുന്നത്. അതായത് കാലങ്ങളായിട്ട് തലമുറയായിട്ട് കൈമാറിക്കൊണ്ട് വരുന്ന ലിറ്ററേച്ചർ ആണ് നമ്മുടെ ഓറൽ ലിറ്ററേച്ചറിൽ വരുന്നത്. ഓക്കെ, ഈ ബലാഡ്സ് ഒക്കെ നമുക്ക് ഈ ഓറൽ ലിറ്ററേച്ചറിന്റെ എക്സാമ്പിൾ ആണ്. സോ ഈ ബലാഡ്സ് ഒക്കെ എന്താണെന്നൊക്കെ നമുക്ക് പഠിക്കാം, നമ്മൾ ഈ പാഠത്തിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ഈ രണ്ടാമത് നോക്കുമ്പോൾ റിട്ടൺ ലിറ്ററേച്ചർ എന്ന് പറയും. ഓക്കെ, റിട്ടൺ ലിറ്ററേച്ചർ എന്ന് പറയുന്നത് ഈ റിട്ടൺ ലിറ്ററേച്ചറിന് എപ്പോഴും ഒരു മാനുസ്ക്രിപ്റ്റ് ഉണ്ടാവും, അതായത് ഒരു സ്ക്രിപ്റ്റോ അല്ലെങ്കിൽ ഒരു പ്രിന്റഡ് ഫോമോ ഉണ്ടാവും. ഈ 2 ഫോമിലായിട്ടാണ് നമുക്ക് റിട്ടൺ ലിറ്ററേച്ചർ കണ്ടുവരുന്നത്. ഇനി മറ്റൊന്നാണ് വിഷ്വൽ ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. ആക്ച്വലി വിഷ്വൽ ലിറ്ററേച്ചർ ആ പേരിൽ തന്നെ ഉണ്ട്, നമ്മുടെ കൺമുന്നിൽ കാണുന്നത്, അതായത് ഡ്രാമ. ഓക്കെ, ഒരാള് ലൈക്ക് ഒരു ഓഡിയൻസിന്റെ മുൻപിൽ ആൾക്കാരുടെ മുമ്പിൽ അവർ കാണാൻ വേണ്ടി പ്രസന്റ് ചെയ്യുന്ന ഒരു തരം കലാരൂപം, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ലിറ്ററേച്ചർ എന്ന് വിളിക്കുന്നത്. നമ്മുടെ ഷേക്സ്പിയറുടെ പ്ലേസ്, അതായത് ഷേക്സ്പിയറിന്റെ ഡ്രാമകളൊക്കെ നമുക്ക് ഇതിൽ എക്സാമ്പിൾ ആയിട്ട് കൊണ്ടുവരാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ. ഓക്കെ, സോ നമുക്ക് നോക്കാം. ഈ ഓറൽ ലിറ്ററേച്ചറിൽ തന്നെ കുറച്ച് ഡിവിഷൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് പ്രോസ് എന്ന് പറയുന്നത്. ഓക്കെ, പ്രോസ് എന്താണ്? പ്രോസ്, ഓക്കെ, ഈ പ്രോസ് എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ് ഈസ് എ ഫോം ഓഫ് ലാംഗ്വേജ്. ഓക്കെ, ഭാഷയുടെ ഒരു ഫോമാണ്. ഈ പ്രോസിൽ ഒരുപാട് ഗ്രാമാറ്റിക് ഫോംസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, ഗ്രാമാറ്റിക് ഫോംസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. മാത്രമല്ല ഗ്രാമർ പ്രാധാന്യം കൊള്ളുന്ന, അഥവാ ഗ്രാമർ ഒരുപാട് ഉപയോഗിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ലിറ്ററേച്ചർ ഫോമിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അതെ, പ്രോസ് എന്ന് വിളിക്കുന്നത്. ഈ പ്രോസിന്റെ ഫോം എപ്പോഴും സിമ്പിൾ ആയിരിക്കും. ഓക്കെ, ഈ പ്രോസിന്റെ സിംപ്ലിസിറ്റി കാരണം നമ്മുടെ കോമൺ
പീപ്പിൾ അടക്കം എല്ലാവരും കോമൺ ഡയലോഗ്സ് ആയിട്ട് ഉപയോഗിച്ചു വരുന്ന ഒരു ടൈപ്പ് ഓഫ് ലിറ്ററേച്ചർ ആണ് പ്രോസ് എന്ന് പറയുന്നത്. ഇതിന് കാരണം മറ്റൊന്നുമല്ല, ഇതിന്റെ സിംപ്ലിസിറ്റിയും ഈ പ്രോസിന്റെ സ്ട്രക്ചറും എല്ലാം തന്നെ ഭയങ്കര സിമ്പിൾ ആണ്, ലളിതമാണ്. അതുകൊണ്ട് തന്നെയാണ് കോമൺ ആയിട്ടുള്ള ഡയലോഗുകളിലും കോമൺ ആയിട്ടുള്ള സംസാരങ്ങളിലും എല്ലാം തന്നെ പ്രോസ് കടന്നു വരുന്നത്. നമുക്ക് നോക്കാം ഈ പ്രോസ് ഏതിലൊക്കെയാണ് നമുക്ക് കാണപ്പെടുക എന്ന് നോക്കുമ്പോൾ ന്യൂസ് പേപ്പറുകളിൽ, മാത്രമല്ല ജേർണൽസിൽ, മൂവീസിൽ, റൈറ്റിംഗ്സിൽ, അതായത് ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട എഴുത്തുകളിൽ, ഫിലോസഫിയുമായി ബന്ധപ്പെട്ട എഴുത്തുകളിൽ, സയൻസുമായിട്ട് ബന്ധപ്പെട്ട എഴുത്തുകളിൽ, മാത്രമല്ല ലോ, നിയമങ്ങളുമായി ബന്ധപ്പെട്ട എഴുത്തുകളിൽ എല്ലാത്തിലും തന്നെ നമുക്ക് പ്രോസ് കാണാൻ സാധിക്കും. മനസ്സിലായല്ലോ? അതായത് ഇനി നമുക്ക് നോക്കുമ്പോൾ പ്രോസിനെ തന്നെ രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഒന്ന് ഫിക്ഷനും മറ്റൊന്ന് നോൺ ഫിക്ഷനും. മനസ്സിലായോ? അതായത് കൺഫ്യൂസ്ഡ് ആവണ്ട, നമ്മുടെ ഓറൽ ലിറ്ററേച്ചറിൽ വരുന്ന കാറ്റഗറിയാണ് പ്രോസ് എന്ന് പറയുന്നത്. ഇപ്പൊ പ്രോസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഈ പ്രോസ് തന്നെ രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അതാണ് ഫിക്ഷനും മറ്റൊന്ന് നോൺ ഫിക്ഷനും. ആദ്യം തന്നെ നമുക്ക് ഫിക്ഷൻ എന്താന്ന് നോക്കിയാലോ. ഫിക്ഷൻ എന്താണെന്നും ഈ ഫിക്ഷനിൽ ഉൾപ്പെട്ടിട്ടുള്ള ഫോംസുകൾ, എക്സാമ്പിൾസ് ഒക്കെ നമുക്ക് ആദ്യം നോക്കിയാലോ. ഓക്കെ, സോ ഫിക്ഷൻ എന്താന്ന് വെച്ചാൽ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇമാജിനറി ക്യാരക്ടേഴ്സ് ആണ്. അതായത് ഇമാജിനറി ക്യാരക്ടേഴ്സും ഇമാജിനറി ഇൻസിഡൻസും ഇമാജിനേഷൻ ആണ് ഇവിടത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറഞ്ഞത്. ഫിക്ഷനിൽ ഉൾപ്പെടുത്തിയ ഒന്നും തന്നെ സത്യമായിരിക്കില്ല, അഥവാ റിയൽ നടന്ന സംഭവങ്ങളായിരിക്കില്ല, നടന്ന ക്യാരക്ടേഴ്സ് ആയിരിക്കില്ല, ജീവനുള്ള ക്യാരക്ടേഴ്സ് ആയിരിക്കില്ല. ഇതെല്ലാം തന്നെ എന്തായിരിക്കും? അതെ, ഇമാജിനറി ക്യാരക്ടേഴ്സ് ആയിരിക്കും. പല പർപ്പസ് ആണ് ഫിക്ഷൻ ഉള്ളത്. ആക്ച്വലി ഫിക്ഷൻ ഒരുപാട് ഫോംസ് ആണ്. ഫിക്ഷന്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എന്റർടൈൻമെന്റ് ആണ്. ഓക്കെ, ഒരിക്കലും അക്കാഡമിക് ആവശ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ഫിക്ഷൻ വായിക്കേണ്ട ഒരു ആവശ്യവുമില്ല. ആക്ച്വലി ഇത് എന്റർടൈൻമെന്റിന് മാത്രമുള്ള ഒരു തരം പ്രോസ് ആണ് നമ്മൾ ഫിക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ശ്രദ്ധിക്കേണ്ട കാര്യം, ഫിക്ഷനിൽ മുഴുവനും ഇമാജിനറി ക്യാരക്ടേഴ്സും ഇമാജിനറി ഇൻസിഡൻസും മാത്രമാണുള്ളത്. ഇതിലുള്ള ഒന്നും തന്നെ എന്തല്ല? അതെ, റിയൽ അല്ല. സോ നമുക്ക് നോക്കാം ഫിക്ഷനിൽ വരുന്ന കുറച്ച് കാറ്റഗറീസ് അഥവാ ഫിക്ഷന്റെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഓക്കെ, ഇനിയുള്ളവർക്ക് നിങ്ങൾക്ക് പരിചയമുള്ള എക്സാമ്പിൾസ് ആയിരിക്കും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് അതൊന്ന് നോക്കി വെച്ചാൽ മതി, അറിഞ്ഞു വെച്ചാൽ മതി. ഓക്കെ, സോ ആദ്യത്തെ ഫിക്ഷൻ തന്നെ ഫെയറി ടെയിൽസ്. ഓക്കെ, ആദ്യത്തെ എക്സാമ്പിൾ ആണ് ഫെയറി ടെയിൽസ്. ഇത് ഈ ഫെയറി ടെയിൽസ് സ്റ്റോറീസ് ഒക്കെ ഒരുപാട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? ഫോർ എക്സാമ്പിൾ സിൻഡ്രല്ല, തംനെല്ല, ഇതൊക്കെ തന്നെ ഫെയറി ടെയിൽസ് സംഭാവന ചെയ്ത കുറച്ച് പ്രോഗ്രാംസ് ആണ് അല്ലെ, കുറച്ച് പ്രോസുകളാണ്. അതെ, തീർച്ചയായിട്ടും. മാത്രമല്ല ഈ ഫെയറി ടെയിൽസിൽ ഉൾപ്പെടുത്തിയ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ഇമാജിനറി ക്യാരക്ടേഴ്സ് ആയ ഈൽസ്, മജീഷ്യൻസ്, പ്രിൻസസ്, അതുപോലുള്ള കുറെ ഇമാജിനറി മാന്ത്രികന്മാർ, ഇത്തരത്തിലുള്ള ഒരുപാട് ഇമാജിനറി ക്യാരക്ടേഴ്സ് ആയിരിക്കും ഈ ഫെയറി ടെയിലിൽ കടന്നു വരിക. ഓക്കെ, സോ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, പക്ഷെ നമ്മൾ ഡിസ്കസ് ചെയ്തേ പറ്റൂ. ഫെയറി ടെയിൽസ് ആണ് ഒന്നാമത്തെ എക്സാമ്പിൾ. നമുക്ക് ഫെയറി ടെയിൽസിന്റെ എക്സാമ്പിൾ ആയിട്ട് സിൻഡ്രല്ല എന്ന സ്റ്റോറി നമുക്ക് എടുക്കാവുന്നതാണ്. ഓക്കെ, സോ ഇനി രണ്ടാമത്തെ എക്സാമ്പിൾ ആണ് മിത്തോളജി. എന്താണ് മിത്തോളജി? മിത്തായിട്ടുള്ള, അതായത് നമ്മളുടെ ഗോഡസ് അഥവാ ദേവന്മാര്, ദേവതമാര്, ഇവരോടൊക്കെ, അതായത് റിലീജിയൻ, അതായത് മതപരമായ കാര്യങ്ങൾ, ഇവരോടൊക്കെ അടുത്തു നിൽക്കുന്ന തരത്തിലുള്ള കഥകൾ, സ്റ്റോറീസ് അഥവാ പ്രോസ്, ഇവരെയാണ് നമ്മൾ മിത്തോളജി എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുക. അതായത് ദേവന്മാരുടെ കഥകൾ, ദേവതമാരുടെ കഥകൾ. മനസ്സിലായോ? മാത്രമല്ല ഒരുപാട് ഈ മിത്തോളജി സ്റ്റോറീസ് എന്ന് പറയുമ്പോൾ തന്നെ പൊതുവെ ഈ റിലീജിയൻ, മതപരമായി ബന്ധപ്പെട്ട് കിടക്കുന്ന
ഏതാണ്? ആർക്കെങ്കിലും അറിയോ? ഓക്കെ, റോബിൻസൺ ക്രൂസോ ആണ്. 1710നമുക്ക് എക്സാമ്പിൾ ആയിട്ട് എഴുതാവുന്നതാണ്. ഓക്കെ, സോ ഇനി നമ്മൾ അടുത്ത നോക്കുന്ന അടുത്ത എക്സാമ്പിൾ ആണ് ഷോർട്ട്
അപ്പോൾ ബയോഗ്രഫി എന്ന് പറയുന്നത് എന്താ? ഒരാളുടെ ജീവിതത്തെ മറ്റൊരാൾ കണ്ട് വിലയിരുത്തി എഴുതുന്ന അതേ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ബയോഗ്രഫി. ഓട്ടോബയോഗ്രഫി എന്ന് പറയുന്നത് സ്വന്തമായ അനുഭവങ്ങൾ സ്വന്തമായി എഴുതുകയാണ്. എന്നാൽ ബയോഗ്രഫി എന്താണ്? ഒരാളുടെ അനുഭവങ്ങൾ അല്ലെങ്കിൽ ഒരാളുടെ ജീവിതത്തെ മറ്റൊരാളാണ് ഇവിടെ എഴുതി പബ്ലിഷ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ബയോഗ്രഫി എന്ന് വിളിക്കുന്നത്. ദി ലൈഫ് ഓഫ് ഹെലൻ കെല്ലർ എന്ന് പറഞ്ഞ ഒരു ബയോഗ്രഫി നമുക്ക് എക്സാമ്പിൾ ആയിട്ട് എടുക്കാൻ സാധിക്കുന്നതാണ്. വളരെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബയോഗ്രഫിയാണ് ദി ലൈഫ് ഓഫ് ഹെലൻ കെല്ലർ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും എന്നെ വായിക്കണം. കാരണം ഞാനിത് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ സജസ്റ്റ് ചെയ്യുന്ന ഒരു ബയോഗ്രഫിയാണ്. ഭയങ്കര മോട്ടിവേഷൻ ആണ് ആ ഒരു പുസ്തകം. വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ജേണല് എപ്പോഴും എന്ത് ചെയ്യുന്നത്? റെഫർ ചെയ്യുന്നത്. കാരണം ഇതിൽ ആക്ച്വലി ജേർണൽസിൽ പല റിസർച്ചേഴ്സും അതുപോലെ പല പ്രൊഫസേഴ്സിന്റെയും റൈറ്റിംഗ്സ്, അത് മാത്രമല്ല ഒരുപാട് എക്സ്പേർട്ടിന്റെയും റൈറ്റിംഗ്സ് ആണ് നമുക്ക് ഈ ജേർണലിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ഏറ്റവും കൂടുതൽ ഉപകാരമാകുന്നത് അക്കാഡമിക് സ്റ്റുഡൻസിനും മാത്രമല്ല മറ്റുള്ള സ്കോളേഴ്സിനും ഒക്കെ തന്നെയാണ് ഈ ജേർണൽസ് ഉപകാരപ്പെടുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാവുന്നതാണ് പോയട്രി. ഓക്കെ, നമ്മുടെ നോൺ ഫിക്ഷന്റെ എക്സാമ്പിൾസും നോൺ ഫിക്ഷന്റെ കാറ്റഗറൈസേഷനും ഒക്കെ ഇവിടെ അവസാനിക്കുകയാണ്. ഇത്രയേ ഉള്ളൂ. സിമ്പിൾ അല്ലേ? ജസ്റ്റ് ഒന്ന് വായിച്ച് നമ്മൾ ഇതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കി ക്ലാസ്സുകളൊന്ന് ശ്രദ്ധിച്ച് കേട്ട് ഒന്ന് വായിച്ചു പോയാൽ മതി. ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത കാറ്റഗറിയാണ് നമ്മുടെ പോയട്രി. പോയട്രി ആക്ച്വലി വിഷ്വൽ ലിറ്ററേച്ചറിന്റെ കീഴിൽ വരുന്ന ഒരു ടോപ്പിക് അല്ലെങ്കിൽ വരുന്ന ഒരു കാറ്റഗറിയാണ് നമ്മുടെ പോയട്രി എന്ന് പറയുന്നത്. ആക്ച്വലി പോയട്രീനെ നമുക്ക് പല രീതിക്കും നമുക്ക് ഡിഫൈൻ ചെയ്യാം. അതിലെ ആക്ച്വലി പോയട്രി എന്ന് പറയുന്നത് ലാംഗ്വേജ്, ഭാഷയുടെ ഓരോ ഫീച്ചേഴ്സും വളരെ എസ്തെറ്റിക് ആയ വഴിയിലൂടെ, അതായത് എസ്തെറ്റിക് എന്നിവിടെ ഉദ്ദേശിച്ചത് എന്താ? വളരെ മനോഹരമായ വഴിയിലൂടെ, അതായത് നമ്മുടെ റിതമും അതുപോലെ മീറ്റേഴ്സും എല്ലാം തന്നെ ഇൻക്ലൂഡ് ചെയ്ത്, ഓക്കെ, താളം അല്ലെ, റിതം എന്നൊക്കെ താളം എല്ലാം തന്നെ, അങ്ങനെ ലാംഗ്വേജിന്റെ എല്ലാ ഭംഗിയും എല്ലാ മനോഹാരിതയും ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ സൃഷ്ടിക്കുന്ന ഒരു തരം ലിറ്ററേച്ചർ ആണ് എന്തെന്ന് പറയുന്നത്? പോയട്രി എന്ന് പറയുന്നത്. ഓക്കെ, സോ മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഈ പോയട്രിയിൽ വരുന്ന കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ആദ്യത്തെ എക്സാമ്പിൾ തന്നെയാണ് നറേറ്റീവ് അഥവാ വിവരണം എന്ന് പറഞ്ഞത്. വിവരണം എന്ന് പറയുന്നത് പോയട്രിയിൽ മാത്രമല്ല കേട്ടോ, ബാക്കിയുള്ളതിലും, അതായത് പ്രോസിലും നമുക്ക് നറേഷൻ കാണാൻ സാധിക്കും അല്ലെ. പ്രോസിലും നമുക്ക് വിവരണങ്ങൾ, ഇഷ്ടം പോലെ വിവരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. എന്നിരുന്നാലും പോയട്രിയിലും നമുക്ക് എന്ത് കാണാം? നറേറ്റീവ് കാണാം. അതായത് നറേറ്റീവ് പോയംസ് കൂടുതലായിട്ടും ഒരുപാട് ഡ്രമാറ്റിക് നേച്ചർ അടങ്ങിയിട്ടുള്ള ഒരു തരം നറേറ്റീവ് ആയിരിക്കും പോയംസിന്റെ കാര്യം, പോയട്രീന്റെ കാര്യം എടുത്ത് നോക്കുമ്പോൾ വരുന്നത്. ഓക്കെ, സോ ഇനി നമുക്ക് അടുത്ത് നോക്കാം എപ്പിക്. ഇനി ഇവിടെ നിന്ന് പറയുന്നതൊക്കെ നിങ്ങൾ കുറച്ചുകൂടി നന്നായി ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. കാരണം ഇനി പറയുന്ന പേരുകളൊന്നും നിങ്ങൾ മുൻപ് കേട്ടിട്ടുണ്ടാവില്ല. ഇത്രയും നേരം നമ്മൾ പറഞ്ഞതൊക്കെ നിങ്ങൾ മുൻപ് കേട്ടിട്ടുള്ളതാണ്, നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്ന ഓരോ കാറ്റഗറിയും നിങ്ങൾ കേട്ടിട്ട് കൂടി ഉണ്ടാവില്ല. സോ ഇനി ഇവിടെ അങ്ങോട്ട് കുറച്ചുകൂടി നന്നായി ശ്രദ്ധിച്ചിരുന്നോളൂ. ഓക്കെ, സോ ഇനി വരുന്ന പോയട്രീന്റെ ഒരു കാറ്റഗറൈസേഷൻ ആണ് എപ്പിക് എന്ന് പറയുന്നത്.
ഓക്കെ, അതായത് എപ്പിക്കില് ആക്ച്വലി അതൊരു നറേഷൻ ആണ്. ഓക്കെ, എപ്പിക് എന്ന് പറയുന്നത് ഒരു നറേറ്റീവ് പോയമാണ്. ഈ നറേറ്റീവ് പോയത്തിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് സീരിയസ് സബ്ജക്റ്റുകളാണ്. ഓക്കെ, ഭയങ്കര സീരിയസ് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ. അതായത് ഹീറോസ്, ഓരോ ഹീറോസിന്റെയും അഡ്വഞ്ചറസ് ആയിട്ടുള്ള ലൈഫുകളെ ഈ പോയട്രി രൂപത്തിൽ എന്ത് ചെയ്യാണ്, നറേഷൻ ചെയ്യുകയാണ് ആര്, എപ്പിക് ചെയ്യുന്നത്. ഭയങ്കര, അതായത് ഹീറോസിന്റെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഭയങ്കര സീരിയസ് സബ്ജക്റ്റോട് കൂടി, സീരിയസ് ആയിട്ടുള്ള കണ്ണുകളോട് കൂടി നോക്കി കണ്ടുകൊണ്ട് അത് നറേഷൻ ചെയ്യുകയാണ് എപ്പിക്കിൽ. ആ ഒരു നറേഷനാണ് നമുക്ക് എപ്പിക്കിൽ കാണാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത് നോക്കാം ബലാഡ്. ഓക്കെ, ബലാഡ്. ഈ ബലാഡ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഏതിലാണ്, ഓറൽ ലിറ്ററേച്ചർ. ഓറൽ ലിറ്ററേച്ചറിന്റെ ഒരു എക്സാമ്പിൾ ആണ് ബലാഡ് എന്ന് പറയുന്നത്. ആക്ച്വലി ബലാഡ് എന്ന് പറയുന്നത് അത് ജനറേഷൻ, അതായത് ഓരോ തലമുറയായിട്ട് വാമൊഴിയിലൂടെ കൈമാറിക്കൊണ്ടുവരുന്ന ഒരു ഫോം ഓഫ് ലിറ്ററേച്ചർ, അല്ലെങ്കിൽ ഒരു ഫോം ഓഫ് പോയട്രീനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അതെ, ബലാഡ് എന്ന് പറയുന്നത്. ആക്ച്വലി ഈ ബലാഡിന് ഒരുപാട് കാറ്റഗറൈസേഷൻ ഉണ്ട് കേട്ടോ. അതായത് ഒരുപാട് ഫോംസും ഒരുപാട് ഡിവിഷൻസ് ഉണ്ട്, ഒരുപാട് പ്രത്യേകതകൾ ഉണ്ട് ഈ ബലാഡ്സിന്. സോ അതൊക്കെ നമ്മൾ ഇനി അടുത്ത യൂണിറ്റിലാണ് പഠിക്കാൻ പോകുന്നത്. സോ ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, ബലാഡ് എന്ന് പറയുന്നത് വാമൊഴിയായിട്ട് തലമുറകളായിട്ട് കൈമാറിക്കൊണ്ടുവരുന്ന ഒരു പോയട്രിയുടെ ഒരു കലാരൂപമാണ് എന്തെന്ന് പറയുന്നത്, അതെ, ബലാഡ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. ഇനി അടുത്തതാണ് ഐഡിൽ. ഓക്കെ, ഐഡിൽ എന്ന് പറയുന്നതും ഇതേപോലെ ഒരു നറേറ്റീവ് പോയമാണ്. ഈ നറേറ്റീവ് പോയം അല്ലെങ്കിൽ ഈ ഐഡിലിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ എന്താണ് കാണുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ റൂറൽ കൺട്രി ലൈഫിനെയാണ് ഇവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഇവിടെ വിശദീകരിക്കുന്നത് റൂറൽ കൺട്രി ലൈഫിനെയാണ്. ആക്ച്വലി ഇവിടെ ഈ ഐഡിൽ എപ്പോഴും ഒരു റൊമാൻസ് ആണ് ഇവിടെ എംപ്ലോയ്സ് എ റൊമാൻറ്റിക് ഫോം. ഓക്കെ, ഈ ഐഡിൽ എപ്പോഴും അതിന്റെ ഒരു ഐഡിയൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് എപ്പോഴും ഒരു റൊമാൻറ്റിക് ഫോമിലായിരിക്കും. മനസ്സിലായോ? ഓക്കെ, സോ ഇതിന്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എടുക്കാവുന്നത് റോബർട്ട് ബ്രൗണിന്റെ ഡ്രാമാറ്റിക് ഐഡിയൽസ്. ഓക്കെ, റോബർട്ട് ബ്രൗണിങ് അദ്ദേഹം എഴുതിയ ഡ്രാമാറ്റിക് ഐഡിയൽസ് ആണ് നമുക്കിവിടെ എക്സാമ്പിൾ ആയിട്ട് എടുക്കാൻ പറ്റുന്നത്. മനസ്സിലായല്ലോ. സോ ഇനി അടുത്ത് നോക്കുമ്പോൾ മെട്രിക്കൽ റൊമാൻസ്. ഓക്കെ, മെട്രിക്കൽ റൊമാൻസ് എന്ന് പറയുന്നത് ഒരാളുടെ ജീവിതത്തിൽ കടന്നുപോയ പല സ്റ്റേജസും ഉണ്ടാവുമല്ലോ അല്ലെ. ഈ പല സ്റ്റേജസിലുമുള്ള അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ ഇമോഷൻസിനെ പോയട്രി രൂപത്തിൽ നറേറ്റ് ചെയ്യുന്ന ഒരു ഫോം ഓഫ് പോയട്രി ആണ് മെട്രിക്കൽ റൊമാൻസ് എന്ന് പറയുന്നത്. അതായത് ഒരു പേഴ്സന്റെ ഇമോഷൻസ് സ്ട്രോങ് ആയിട്ട് കാണിക്കുന്ന ഒരു തരം നറേറ്റീവ് പോയട്രിയാണ് നമ്മൾ മെട്രിക്കൽ റൊമാൻസ് എന്ന് വിളിക്കുന്നത്. മനസ്സിലായല്ലോ. സിമ്പിൾ അല്ലേ? ഓക്കെ, സോ ഇതിന്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് സെന്റ് കോൾറിഡ്ജിന്റെ ദ റൈം ഓഫ് ദി ആൻഷ്യൻ മെറൈനർ. എന്ന് പറഞ്ഞൊരു പോയട്രിയാണ് അല്ലെങ്കിൽ ഒരു പോയമാണ് നമുക്കിവിടെ മെട്രിക്കൽ റൊമാൻസിന്റെ അണ്ടറിൽ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, സോ ഇനി അടുത്ത് നോക്കുമ്പോൾ ലിറിക്. എല്ലാം നിങ്ങൾക്ക് പുതിയ വാക്കുകളായിരിക്കും, പക്ഷെ നിങ്ങൾക്കിത് മനസ്സിലാക്കാൻ പറ്റും. തീർച്ചയായിട്ടും നിങ്ങൾക്കിത് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, സോ ലിറിക് എന്ന് പറഞ്ഞാല് സ്പീക്കറിന്റെ, അതായത് ഇതാരാണോ നറേറ്റ് ചെയ്യുന്നത് ആ സ്പീക്കറിന്റെ ഫീലിങ്സിനെയാണ് അവിടെ എന്ത് ചെയ്യുന്നത്, നറേറ്റ് ചെയ്യുന്നത്. ഒരു പോയം രൂപത്തിൽ നറേറ്റ് ചെയ്യുന്നത് ആരാണോ അവിടെ സ്പീക്കർ, ആ സ്പീക്കറിന്റെ ഫീലിങ്സ് അതെന്തുമാകാം കേട്ടോ. ചിലപ്പം ആങ്കർ ആവാം, ചിലപ്പോൾ ഒരു നിസ്സഹായത അവസ്ഥയാവാം. ഏത് ഇമോഷൻസ് ആയാലും ആ സ്പീക്കറിന്റെ ഇമോഷൻസിനെ നറേറ്റ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് പോയട്രീനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ലിറിക് എന്ന് വിളിക്കുന്നത്. മനസ്സിലായല്ലോ. സിമ്പിൾ അല്ലേ? ഇത്രയേ ഉള്ളൂ. പിന്നെ അടുത്ത് നോക്കുമ്പോൾ സോങ്. അടുത്ത എക്സാമ്പിൾ ആണ് സോങ്, പാട്ട്. നമുക്കറിയാലോ അല്ലേ? ഓക്കെ, അങ്ങനെയല്ല. ആക്ച്വലി സോങ് എന്ന് നമ്മൾ ലിറ്ററേച്ചറുടെ അണ്ടറിൽ നമുക്ക് നോക്കുമ്പോൾ ലിറ്ററേച്ചർ പരമായിട്ട് അതിന്റെ ഡെഫിനിഷൻ എന്തെന്ന് വെച്ചാൽ സോങ് എന്ന് പറയുന്നത് പാടാൻ വേണ്ടിയാണ് വിത്ത് ഹാർമോണിയം ആൻഡ് റിതം, താളത്തിലും മറ്റുള്ള മ്യൂസിക്കിലൂടെയും മറ്റുള്ള മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സും ഉപയോഗിച്ചുകൊണ്ട് പാടുന്ന ഒരു ടൈപ്പ് ഓഫ് പോയട്രിയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, സോങ് എന്ന് വിളിക്കുന്നത് അല്ലെ. നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും ഒരു പാട്ടിൽ നിങ്ങൾ ഇത്രയും ഡെഫിനിഷൻ
പറയേണ്ട ആവശ്യമുണ്ടോ എന്ന് ചിന്തിക്കുന്നുണ്ടാവും. പക്ഷെ തീർച്ചയായിട്ടും നമ്മൾ ലിറ്ററേച്ചർ സ്റ്റുഡൻസ് ഇത്രയും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഓക്കെ, സോ നമുക്ക് നോക്കാം. ഇനി അടുത്ത ഒരു എക്സാമ്പിൾ നോക്കുമ്പോൾ സോണറ്റ്. ഈ ഒരു ഭാഗം നിങ്ങൾ നന്നായി ശ്രദ്ധിക്കണം. കാരണം ഇനി ഈ ഒരു ബുക്കിൽ നിന്ന് മാത്രമല്ല, നിങ്ങൾക്ക് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് മുഴുവനും ഈ സോണറ്റിന്റെ പല ഫോംസും പല എക്സാമ്പിൾസും പല കാര്യങ്ങളുമാണ് നിങ്ങൾക്ക് ഇനി പഠിക്കാനുള്ളത്. ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ വളരെ കുറച്ച്, അതായത് എന്താണ് സോണറ്റ് എന്ന് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, നോക്കുന്നുള്ളൂ. സോ ഇപ്പോൾ ഇത് ശ്രദ്ധിച്ചു വെക്കുക. ആദ്യം ബേസ് ക്ലിയർ ആയാലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഓക്കെ, സോ നമുക്ക് നോക്കാം സോണറ്റ്. സോണറ്റ് എന്ന് പറയുന്നത് 14 അയാംബിക് പെന്റാമീറ്ററിലുള്ള ലൈൻസുകളാണോ എങ്കിൽ അത് തീർച്ചയായിട്ടും സോണറ്റിന്റെ കീഴിൽ വരുന്ന പോയമായിരിക്കും. മനസ്സിലായോ? 14 അയാംബിക് പെന്റാമീറ്ററിലെ അതാണോ ആ ഒരു പോയത്തിന്റെ മീറ്റർ എങ്കിൽ അത് തീർച്ചയായിട്ടും ഏതിൽ ഉൾപ്പെട്ടതായിരിക്കും? അതെ, സോണറ്റിൽ മാത്രം ഉൾപ്പെട്ടതായിരിക്കും. ഇവിടെ നോക്കുമ്പോൾ there are two types of sonnet. മനസ്സിലായോ? ഒന്നെന്ന് പറയുന്നത് ഇറ്റാലിയൻ സോണറ്റ്. ഓക്കെ, ഇറ്റാലിയൻ സോണറ്റ് അല്ലെങ്കിൽ പെട്രാർക്കിയൻ സോണറ്റ് എന്നൊക്കെ നമ്മുടെ ഈ ഇറ്റാലിയൻ സോണറ്റിനെ വിളിക്കും. മറ്റൊരു സോണറ്റ് ആണ് ഇംഗ്ലീഷ് സോണറ്റ് എന്ന് പറയുന്നത്, അഥവാ ഷേക്സ്പിയറിയൻ സോണറ്റ് എന്ന് നമ്മൾ വിളിക്കും. ഓക്കെ, ഇത് രണ്ട് പേരുകളാണ് ഇതിനുള്ളത്. ഇങ്ങനെ രണ്ട് തരത്തിലുള്ള സോണറ്റുകളാണ് നമുക്ക് ഇന്നേ വരെ നമുക്ക് നിലകൊണ്ടിട്ടുള്ളൂ. ഓക്കെ, ഏതെന്നറിയാലോ, മനസ്സിലായാലോ? അതായത് ഇറ്റാലിയൻ സോണറ്റ്. ഇറ്റാലിയൻ സോണറ്റിന്റെ മറ്റൊരു പേരാണ് എന്താണ് ഇറ്റാലിയൻ സോണറ്റിന്റെ മറ്റൊരു പേര്? പെട്രാർക്കിയൻ സോണറ്റ്. മാത്രമല്ല ഇംഗ്ലീഷ് സോണറ്റ് അഥവാ ഷേക്സ്പിയറിയൻ സോണറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെ രണ്ട് തരത്തിലുള്ള സോണറ്റുകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇനി അടുത്ത നോക്കാം, നമ്മുടെ ഓഡ്. എന്താണ് ഓഡ് എന്ന് പറയുമ്പോൾ? അതായത് ഒരു സംഭവത്തെയോ അല്ലെങ്കിൽ ഒരു വ്യക്തിയെയോ നമ്മൾ പുകഴ്ത്തി പാടുകയാണ്, അല്ലെങ്കിൽ പുകഴ്ത്തി നമ്മൾ പോയട്രി രൂപത്തിൽ കൊണ്ടുവരികയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ഓഡ് എന്ന് പറയുക. ഓക്കെ, അതായത് ഒരു സംഭവത്തെയോ അല്ലെങ്കിൽ ഒരു വ്യക്തിയെയോ നമ്മൾ ഇവിടെ പ്രൈസ് ചെയ്തുകൊണ്ടിരിക്കുക, നമ്മൾ ഇങ്ങനെ ഇവിടെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു ഫോം ഓഫ് നറേറ്റീവ് പോയട്രിയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഓഡ് എന്ന് വിളിക്കുന്നത്. ഇതിന്റെ എക്സാമ്പിൾ PB ഷെല്ലിന്റെ ഓഡ് ടു ദി വെസ്റ്റ് വിൻഡ്. ഓക്കെ, PB ഷെല്ലിന്റെ ഓഡ് ടു ദി വെസ്റ്റ് വിൻഡ് ആണ് നമ്മുടെ ഓഡിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത്. നിങ്ങൾ തീർച്ചയായിട്ടും പേടിക്കേണ്ട, കാരണം ഈ PB ഷെല്ലിന്റെ ഓഡ് ടു ദി വെസ്റ്റ് വിൻഡ് എന്നുള്ള ഈ ഒരു പോയം മുഴുവനായിട്ട് തന്നെ നിങ്ങൾക്ക് ഇനി അടുത്ത കുറച്ച് ചാപ്റ്റേഴ്സ് കഴിഞ്ഞാൽ മുഴുവനായിട്ട് തന്നെ ഈ കവിത നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. സോ ഓഡ് എന്താണെന്നും ഈ ഓഡ് ടു ദി വെസ്റ്റ് വിൻഡ് എന്നുള്ള കവിത എന്താണെന്നും അതിന്റെ ഡെഫിനിഷൻ ഒക്കെ നിങ്ങൾ പഠിക്കും. ഇപ്പോൾ നിങ്ങൾ ഈ ഒരു ബേസ് നിങ്ങൾ കറക്റ്റ് ആക്കുകയാണ് വേണ്ടത്. ഓക്കെ, സോ നമുക്ക് നമ്മുടെ അവസാനത്തെ എക്സാമ്പിൾ ആണ് ഇനി പറയാൻ പോകുന്നത് എലജി. എലജി എന്താ? അതായത് ഒരാളുടെ ഡെത്ത്, മരണത്തെ സംബന്ധിച്ചു കൊണ്ടുള്ള ഒരു ലോങ് നറേറ്റീവ് പോയട്രിയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? എലജി എന്ന് വിളിക്കുന്നത്. ഓക്കെ, സംവൺസ് ഡെത്ത്, ആരുടെയോ മരണത്തെ തുടർന്നു കൊണ്ടുണ്ടായ അല്ലെങ്കിൽ അതിനെ തുടർന്നു കൊണ്ട് എഴുതുന്ന ഒരു ടൈപ്പ് ഓഫ് നറേറ്റീവ് പോയട്രിയാണ് എന്തെന്ന് പറയുന്നത്? എലജി എന്ന് പറയുന്നത്. അതിന്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ജോൺ മിൽട്ടന്റെ ലൈസിഡേസ് എന്ന് പറഞ്ഞ കവിത നമുക്ക് എടുക്കാവുന്നതാണ്. ഇതും ഈ ഒരു കവിത ലൈസിഡേസ് എന്ന് പറഞ്ഞ ഈ കവിതയും നമുക്ക് ഇനി വരുന്ന യൂണിറ്റുകളിൽ മുഴുവനായിട്ടും പഠിക്കാനുണ്ട്. ഓക്കെ, സോ നമുക്ക് അത് കുറെ കൂടി വിശദമായിട്ട് ആ ഒരു പോയം മുഴുവനായിട്ട് നമുക്ക് ഇനി പഠിക്കാനുള്ള അവസരങ്ങൾ ഉണ്ട്. ഓക്കെ, സോ ഇനി നമുക്ക് നോക്കാം, മറ്റൊരു കാറ്റഗറിയാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അടുത്ത അതെ പോയട്രി എന്നുള്ള ആ ഒരു കാറ്റഗറി നമ്മൾ വിട്ടു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വിഷ്വൽ ലിറ്ററേച്ചറിന്റെ ഒരു എക്സാമ്പിൾ ആയ ഡ്രാമ. ഞാൻ പറഞ്ഞിരുന്നു, വിഷ്വൽ ലിറ്ററേച്ചർ എന്ന് പറയുന്നത് ഓഡിയൻസിന്റെ മുൻപിൽ അവർ കാണിച്ചു കൊടുക്കുന്ന ഒരു തരം പ്ലേനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? വിഷ്വൽ ലിറ്ററേച്ചർ എന്ന് പറയാ. അതിന്റെ എക്സാമ്പിൾ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഡ്രാമ. ഓക്കെ, ഡ്രാമ എന്ന് പറയുന്നത്, അതായത് ഈ ഡ്രാമയുടെ മറ്റൊരു പേരാണ് ഈ പ്ലേ എന്ന് പറയുന്നത്. ഓക്കെ, പ്ലേസ്. ഓക്കെ, ഡ്രാമാസ് എപ്പോഴും ഒരു സ്റ്റേജിലായിരിക്കും പെർഫോം ചെയ്യുക. ഒന്നല്ലെങ്കിൽ റേഡിയോയിലൂടെയോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റൊരു രീതിയിൽ, അതായത് ഫിലിമിലൂടെയോ ഒക്കെ ആയിരിക്കും ഈ ഡ്രാമാസ്
ജനങ്ങൾക്ക്, അതായത് ഓഡിയൻസിലേക്ക് എത്തുക. മനസ്സിലായോ? ഈ ഡ്രാമാസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നല്ല പെർഫോമൻസ് ആയിരിക്കും. ഒരുപാട് പെർഫോമൻസും ഒരുപാട് ഡയലോഗ്സും എല്ലാം തന്നെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു കലാരൂപം അല്ലെങ്കിൽ ഒരു ഫോം ഓഫ് ലിറ്ററേച്ചർ ആണ് എന്തെന്ന് പറയുന്നത്. ഫോം ഓഫ് വിഷ്വൽ ലിറ്ററേച്ചർ ആണ് എന്ത്? ഡ്രാമ. ഈ ഡ്രാമയിൽ ഒരുപാട് നല്ല പെർഫോമൻസും ഒരുപാട് ഡയലോഗ്സും എല്ലാം തന്നെ ഇൻക്ലൂഡ് ചെയ്യും. മനസ്സിലായില്ല? ഓക്കെ, സോ ഇനി ഡ്രാമകൾ തന്നെ നമുക്ക് 3ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അതായത് there are 3 types of dramas. ഓക്കെ, 3 types of dramas ആണ് നമുക്ക് നോക്കാനുള്ളത്. ഒന്ന് ഹിസ്റ്റോറിക്കൽ ഡ്രാമ. ഓക്കെ, ഹിസ്റ്റോറിക്കൽ ഡ്രാമ എന്ന് പറയുന്നത് ഹിസ്റ്ററി പ്ലോട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇവന്റ്സ് അഥവാ സ്റ്റോറീസ്, അതിനെ തുടർന്നുള്ള ആ ഒരു സംഭവത്തെ അടർത്തിയെടുത്തുകൊണ്ടുള്ള പ്ലേസ്, ഡ്രാമകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ഹിസ്റ്റോറിക്കൽ ഡ്രാമ എന്ന് പറയുന്നത്, അല്ലെ? സോ ഈ ഡ്രാമ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഒരാളെ ഓർത്തിട്ടുണ്ടാവുമല്ലോ. ആരാത്? ഷേക്സ്പിയർ, അല്ലെ? ഷേക്സ്പിയറിന്റെ ഡ്രാമകളായിരുന്നു ഒരു ടൈമില് അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിൽ അത്രയും ഫേമസ് ആയിരുന്നത്. ഇന്നും ഞാൻ കഴിഞ്ഞ ബ്രിട്ടീഷ് ഹിസ്റ്ററിന്റെ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ തന്നെ ഷേക്സ്പിയറുടെ ബർത്ത്ഡേന്റെ ആ ദിവസം ഷേക്സ്പിയറിന്റെ ഒരുപാട് പ്ലേസ്, നാടകങ്ങൾ ഇന്നും ആ നാടകങ്ങൾക്ക് ഫാൻസ് ഉണ്ട്. ഇന്നും ആ നാടകങ്ങൾ കാണാൻ ആൾക്കാർ ഒരുക്കമാണ്. ഇന്നും അത് ആസ്വദിക്കാൻ ആൾക്കാർക്ക് ഒരുപാട് ഇഷ്ടമാണ് എന്നുള്ളതാണ് ഷേക്സ്പിയറിന്റെ ഡ്രാമകളുടെ, ഷേക്സ്പിയറിൻ പ്ലേസിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, അല്ലെ? ഓക്കെ, സോ ഇതാണ് ഹിസ്റ്റോറിക്കൽ ഡ്രാമ എന്ന് പറയുന്നത്. ഇനി അടുത്ത് നോക്കുമ്പോൾ കോമഡി ഡ്രാമ. കോമഡി ഡ്രാമ എന്ന് പറയുമ്പോൾ ഈ ഡ്രാമന്റെ അവസാനം എപ്പോഴും ഒരു ഹാപ്പി എൻഡിങ് ആയിരിക്കും. ഓക്കെ, എപ്പോഴും ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു എൻഡിങ് ആയിരിക്കും ഈ കോമഡി ഡ്രാമയിൽ എപ്പോഴും ഉണ്ടാവുക. ഓക്കെ, സോ ഇതിന്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എടുക്കാവുന്നത് ഓസ്കാർ വൈൽഡിന്റെ ദി ഇമ്പോർട്ടൻസ് ഓഫ് ബീയിങ് ഏർണസ്റ്റ് എന്ന് പറഞ്ഞ ഒരു പ്ലേ ആണ് നമുക്ക് ഈ കോമഡി ഡ്രാമയിൽ അതിന്റെ എക്സാമ്പിൾ ആയിട്ട് എടുക്കാൻ പറ്റുന്നത്. ഓക്കെ, സോ നമ്മുടെ ഹിസ്റ്റോറിക്കൽ ഡ്രാമന്റെ ഒരു എക്സാമ്പിൾ ചോദിക്കുകയാണെങ്കിൽ സിമ്പിൾ ആണ്. അതായത് ആന്റണി ആൻഡ് ക്ലിയോപെട്ര. ഷേക്സ്പിയറിന്റെ ആന്റണി ആൻഡ് ക്ലിയോപെട്ര എന്ന് പറഞ്ഞ ഒരു ഡ്രാമയാണ് നമുക്ക് ഹിസ്റ്റോറിക്കൽ പ്ലേന്റെ എക്സാമ്പിൾ ആയിട്ട് എടുക്കാൻ പറ്റുന്നത്. മാത്രമല്ല കോമഡിന്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഓസ്കാർ വൈൽഡിന്റെ ദി ഇമ്പോർട്ടൻസ് ഓഫ് ബീയിങ് ഏർണസ്റ്റ് എന്ന് പറഞ്ഞ ആ ഒരു പ്ലേയും നമുക്ക് എഴുതാവുന്നതാണ് കേട്ടോ. ഓക്കെ, ഇനി അവസാനത്തെ ടൈപ്പ് ഓഫ് ഡ്രാമ, ലാസ്റ്റ് ടൈപ്പ് ഓഫ് ഡ്രാമ നോക്കുമ്പോൾ ട്രാജഡി. ഓക്കെ, ട്രാജഡി ഡ്രാമ. പേര് പോലെ തന്നെ ഈ ഡ്രാമ നിറച്ചും എന്തായിരിക്കും? അതെ, ട്രാജഡി ആയിരിക്കും. ഓക്കെ, എപ്പോഴും ഇതിന്റെ അവസാനം ഒരു ട്രാജിക് എൻഡിങ് ആയിരിക്കും. ഒരു ദുരന്തം എന്തായാലും ഉറപ്പാണ്. ഓക്കെ, അതായത് ഈ ട്രാജഡി ഡ്രാമാസിന്റെ നായകന്മാര് അവസാനം എന്തായാലും മരിക്കും. എന്തെങ്കിലും ഒരു ട്രാജിക് എൻഡിങ് ആയിരിക്കും ഈ ട്രാജിക് ഡ്രാമാസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, ദി മെയിൻ ക്യാരക്ടേഴ്സ്, അതായത് പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സിന്റെ, അത് ആരും ആവാട്ടോ, നായകനോ നായികയോ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള മെയിൻ ക്യാരക്ടേഴ്സ് ആര് വേണമെങ്കിലും ആവാം, അവരാരെങ്കിലും ഒരാൾ എന്തായാലും ആ നാടകത്തിന്റെ അവസാനം മരിച്ചിരിക്കും. ഒരു ദുരന്തമായിരിക്കും അവസാനം അതിന്റെ ഇതെന്ന് പറയുന്നത്. ഓക്കെ, അന്തിമം എന്ന് പറയുന്നത്. ഇതിന്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് സോഫോക്കിൾസ് എഴുതിയ ഓഡിപ്പസ് റെക്സ് എന്ന് പറഞ്ഞ ഒരു പ്ലേസ് നമുക്ക് ഇവിടെ എക്സാമ്പിൾ ആയിട്ട് എഴുതാവുന്നതാണ്. ഓക്കെ, സോ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇത്രയേ ഉള്ളൂ. ഭയങ്കര സിമ്പിൾ ആണ് ഈ ഒരു ലെസൺ എന്ന് പറഞ്ഞത്. ചിലപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ആയിട്ട് ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത് ഭയങ്കര ടഫാണല്ലോ എന്നൊക്കെ തോന്നും. പക്ഷെ അങ്ങനെയല്ല, ഇതിനേക്കാൾ കുറെ കൂടി പഠിക്കാനുള്ളത് ഇനി വരുന്ന യൂണിറ്റുകൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. സോ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് ഭയങ്കര ഈസിയാണ്. സോ നിങ്ങൾ ആദ്യം തന്നെ ഇതിൽ ബേസ് ഉണ്ടാക്കി എടുക്കാൻ നോക്കുക എന്നുള്ളതാണ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. ഇത്തരത്തിലുള്ള ഫസ്റ്റ് ബേസ് കിട്ടിയാലേ നിങ്ങൾക്ക് ഇനി മുന്നോട്ടുള്ള ലെസൺസ് മനസ്സിലാവുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല. സോ ആദ്യം തന്നെ ഈ ബേസ് ഉറപ്പിക്കുക. ഇത്രയും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ഒരു പോയിന്റ് പോലും വിട്ട് കളയാനില്ല. സോ നിങ്ങൾ നന്നായി ക്ലാസ് ശ്രദ്ധിക്കുക. ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ ഓൾ ഓഫ് യു ലേണേഴ്സ്. ആൻഡ് ദെൻ നമുക്കിനി അടുത്തൊരു ക്ലാസ്സിൽ കാണാം. ടിൽ ദെൻ താങ്ക് യു ആൻഡ് ബൈ.